നമസ്കാരം. പ്രധാന വാർത്തകൾ. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ വികസനം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് MP അബ്ദുസമദ് സമദാനി MP. പ്രവൃത്തികൾ MP നേരിട്ട് വിലയിരുത്തി. നിരന്തരമായ ഇടപെടലുകളിലൂടെയാണ് സ്റ്റേഷന്റെ വികസനം സാധ്യമായതെന്നും MP. പുതുവർഷത്തിൽ നെല്ലായ മഞ്ചക്കൽ ലക്ഷം വീട് കോളനിക്കാരുടെ വീടെന്ന സ്വപ്നം പൂവണിയുന്നു. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിക്കാൻ 8 കുടുംബങ്ങൾക്ക് ആദ്യ ഗഡു വിതരണം ചെയ്ത് ഗ്രാമപഞ്ചായത്ത്. മലബാർ ന്യൂസ് ഇംപാക്ട്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ അംഗനവാടി ഹെൽപ്പർ നിയമനത്തിൽ പക്ഷാപാതമെന്ന് ആരോപണം. ശിശുവികസന ഓഫീസിന് മുന്നിൽ ഒറ്റയാൾ സമരവുമായി പഞ്ചായത്ത് സ്വതന്ത്രാംഗം കെ കോയ. നിലവിൽ പ്രസിദ്ധീകരിച്ച ലിസ്റ്റ് രാഷ്ട്രീയ തൽപരമെന്നും കെ കോയ. 1,20 ലക്ഷം രൂപ അനുവദിച്ചിട്ടും കോട്ടപ്പാടം പഞ്ചായത്തിലെ വേങ്ങ കണ്ടമംഗലം ഒളപ്പമണ്ണ റോഡിന്റെ നവീകരണം നടപ്പായില്ല. തകർന്ന റോഡിൽ യാത്ര ദുരിതപൂർണ്ണം. ജനപ്രതിനിധികൾ വിഷയത്തിൽ ഇടപെടുന്നില്ലെന്നും ആക്ഷേപം. വിശദമായ വാർത്തകളിലേക്ക്. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ വികസനം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് MP അബ്ദുസമദ് സമദാനി MP പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനിൽ നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സമദാനി. അമൃത് സ്റ്റേഷൻ യോജന പദ്ധതിയിൽപ്പെടുത്തി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വികസന പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. 8.5 കോടി രൂപയുടെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച MP അബ്ദുസമദ് സമദാനി MP വികസന പ്രവൃത്തികൾ വിലയിരുത്തി. റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന്റെ രൂപരേഖ അബ്ദുസമദ് സമദാനി MP പരിശോധിച്ചു. വികസന പ്രവൃത്തികൾ സംബന്ധിച്ച് പാലക്കാട് ഡിവിഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ KV ശ്രീകുമാർ MPയോട് വിവരിച്ചു. സമരം ചെയ്തും നിരന്തരമായി ഇടപെട്ടും ഔദ്യോഗികമായ നീക്കങ്ങളിലൂടെയുമാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വികസനം സാധ്യമായതെന്ന് അബ്ദുസമദ് സമദാനി MP അഭിപ്രായപ്പെട്ടു. നമ്മൾ പല രീതിയിലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കേന്ദ്രത്തിൽ, മന്ത്രിതലത്തിൽ, ഉദ്യോഗസ്ഥ തലത്തിൽ, ദക്ഷിണ റെയിൽവേയുടെ അധികൃതരുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഡിവിഷൻ മാനേജർ തലത്തിൽ ഒക്കെ നമ്മൾ ഓരോ കാലത്തും ഔദ്യോഗിക തലത്തിൽ ഒക്കെ ശ്രമിച്ച് പല കാര്യങ്ങളും നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയൊരു പദ്ധതി അമൃത ഭാരത് പദ്ധതി, അതിൽ നമ്മൾ അങ്ങാടിപ്പുറം സ്റ്റേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നാട്ടുകാർക്കൊക്കെ അറിവുള്ളതാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിനു വേണ്ടി പല രീതിയിലുള്ള ആവശ്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉന്നയിച്ചു പോകുന്നതാണ്. ജനങ്ങൾ ഒന്നിച്ചാണ് ആ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഔദ്യോഗിക തലത്തിൽ ശ്രമിക്കുന്നതോടൊപ്പം നമ്മൾ സമരപരിപാടികൾ വരെ ഇതിൻ്റെ മുമ്പിൽ അടുത്ത കാലത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. അത്രയേറെ അവശതകളുള്ളൊരു സ്റ്റേഷൻ എന്ന നിലയിൽ അമൃത ഭാരത് പദ്ധതി വലിയൊരു ആശ്വാസമാണ്. ആശ്വാസം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പുരോഗതിയിലേക്കുള്ളൊരു കുതിപ്പാണ് അങ്ങാടിപ്പുറം സ്റ്റേഷനെ സംബന്ധിച്ച്. അതിൻ്റെ പ്രവൃത്തികൾ വളരെ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങളൊന്ന് വിലയിരുത്താനും അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് എത്രത്തോളം മുന്നോട്ടുണ്ടെന്നൊക്കെ കാര്യത്തെക്കുറിച്ച് നമ്മൾക്ക് വേണ്ടത്ര കാര്യങ്ങൾ ചർച്ച എന്ന നിലയിൽ തന്നെ നടത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നത്. വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരെ MP അഭിനന്ദിച്ചു. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ വികസനം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും സ്റ്റേഷന്റെ മുഖച്ഛായ ആകെ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഇനി ബാക്കിയുള്ളത് നടക്കാൻ പോകുന്നു. പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ടത്, ഇതിൻ്റെ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന റെയിൽവേ ഓവർബ്രിഡ്ജ്, അതുപോലെ തന്നെ വെയിറ്റിംഗ് ഷെഡ്, നല്ല വെയിറ്റിംഗ് റൂം, ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനും പുറമെ അമൃത ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ട് സ്റ്റേഷൻ നവീകരണം, സ്റ്റേഷൻ കുറച്ചുകൂടി ആകർഷകമാക്കി ബ്യൂട്ടിഫിക്കേഷൻ, ഒന്ന് നല്ല രൂപത്തിൽ സൗന്ദര്യമായിട്ട് കാണാനുള്ള പ്ലാൻ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടനുബന്ധിച്ച് യാത്രക്കാർക്ക് കുറേ കൂടി സൗകര്യങ്ങൾ ഉണ്ടാവേണ്ടത്, അതാണല്ലോ ഏറ്റവും പ്രധാനം. എല്ലാം കൂടി അടങ്ങിയ ഒരു സമഗ്രമായ പദ്ധതിയാണ്. അത് ഫെബ്രുവരി മധ്യത്തോടെ പൂർത്തീകരിക്കുന്നതാണ് ബഹുമാനപ്പെട്ട എഞ്ചിനീയറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. കുന്നത്ത് മുഹമ്മദ്, അഡ്വക്കേറ്റ് കുഞ്ഞാലി, P രാധാകൃഷ്ണൻ, അമീർ പാതാരി, KS അനീഷ്, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E സയീദ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെഹർബാൻ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ നജ്മ തബ്ഷീറ തുടങ്ങിയവരും എത്തിയിരുന്നു. പ്ലാറ്റ്ഫോമുകളിൽ മേൽക്കൂരകളുടെ നിർമ്മാണം, 2 പ്ലാറ്റ്ഫോമുകളെയും ബന്ധിപ്പിച്ച് 2ാമത്തെ പാലത്തിന്റെ നിർമ്മാണം, പ്രധാന കെട്ടിടത്തിന്റെ പൂമുഖ മണ്ഡപം പൊളിച്ചു നീക്കി കൂടുതൽ വലുപ്പത്തിൽ പൂമുഖ മണ്ഡപത്തിന്റെ നവീകരണം, ആധുനിക രീതിയിൽ പുതിയ വിശ്രമ കേന്ദ്രം, ഇരിപ്പിടങ്ങളുടെ നവീകരണം, ശുചിമുറികളുടെ നിർമ്മാണം, റെയിൽവേ സ്റ്റേഷനിലേക്ക് 3.5 മീറ്റർ വീതിയുള്ള റോഡ് 8 മീറ്റർ വീതി കൂട്ടി നിർമ്മിക്കുന്ന പ്രവൃത്തി, പാർക്കിംഗ് ഏരിയ വിപുലീകരണം, സ്റ്റേഷൻ സൗന്ദര്യവൽക്കരണം തുടങ്ങിയ പ്രവൃത്തികളാണ് സ്റ്റേഷനിൽ നടന്നുവരുന്നത്. നിലമ്പൂർ ഷൊർണൂർ പാതയിലെ ട്രെയിനുകളുടെ ക്രോസിംഗ് സ്റ്റേഷനാണ് അങ്ങാടിപ്പുറം.
ഈ പാതയിൽ ഏറ്റവും കൂടുതൽ യാത്രകൾ വരുന്നതും പോകുന്നതുമായ സ്റ്റേഷൻ കൂടിയാണ് അങ്ങാടിപ്പുറം. നിലമ്പൂർ ഷൊർണൂർ, ഷൊർണൂർ നിലമ്പൂർ ട്രെയിനുകൾ, കോട്ടയം പാസഞ്ചർ, രാജ്യറാണി എക്സ്പ്രസ് ഉൾപ്പെടെ ദിനംപ്രതി 14 ട്രെയിനുകൾ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വഴി പോകുന്നുണ്ട്. അങ്ങാടിപ്പുറം FCI ഡിപ്പോയിലേക്ക് വാഗണുകളിൽ എത്തുന്ന ഭക്ഷ്യധാന്യവും മറ്റു റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗത്ത് ഇറക്കിയാണ് ഗോഡൌണിലേക്ക് മാറ്റുന്നത്. ഈ ഭാഗത്തും കൂടുതൽ സൗകര്യം ഒരുക്കാനും പദ്ധതിയുണ്ട്. FCI ഡിപ്പോയിലേക്കുള്ള റോഡ് 2 വരിപ്പാതയാക്കി വികസിക്കുന്ന പ്രവൃത്തിയും പദ്ധതിയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. പുതുവർഷത്തിൽ നെല്ലായ മഞ്ചക്കൽ ലക്ഷം വീട് കോളനിക്കാരുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനുള്ള ആദ്യ ഗഡു പഞ്ചായത്ത് പുതുവർഷ ദിനമായ തിങ്കളാഴ്ച വിതരണം ചെയ്തു. ഇടിഞ്ഞുപൊളിഞ്ഞ് വീഴാറായ വീടുകളിൽ ഇവർ ദുരിത ജീവിതം നയിക്കുന്ന കാഴ്ച മലബാർ ന്യൂസ് പുറത്തുവിട്ടതിനു പിന്നാലെയാണ് നടപടികൾ വേഗത്തിലായത്. നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് മഞ്ചക്കൽ ലക്ഷം വീട് കോളനിക്കാർക്ക് പുതുവർഷ സമ്മാനമായാണ് പുതിയ വീടുകൾ ഒരുങ്ങുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സർക്കാർ ലക്ഷം വീട് പദ്ധതിയിൽ നിർമ്മിച്ചു നൽകിയ ഇരട്ട വീടുകളിലായിരുന്നു ഇവിടുത്തെ കുടുംബങ്ങൾ കഴിയുന്നത്. ഇതിൽ പലതും ഇടിഞ്ഞുപൊളിഞ്ഞ് ശോച്യാവസ്ഥയിലായതിനാൽ ദുരിതപൂർണമായിരുന്നു ഇവരുടെ ജീവിതം. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടതിനാൽ മറ്റ് ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭ്യമാകാത്ത അവസ്ഥയുണ്ടായിരുന്നു. മലബാർ ന്യൂസ് ഇവരുടെ ദുരിത ജീവിതം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് നടപടികൾ വേഗത്തിലാക്കി പഞ്ചായത്ത് അർഹരായ 8 കുടുംബങ്ങൾക്ക് പുതുവർഷത്തിൽ തന്നെ വീട് നിർമ്മാണത്തിനുള്ള ആദ്യ ഗഡു വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ഗഡു കൈമാറി. വിമർശനങ്ങളുടെ നിലയിലേക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു അസഹിഷ്ണുത ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ചില ആളുകളെങ്കിലും ബോധപൂർവമായി ഈ പ്രവർത്തനങ്ങളുടെ അട്ടിപ്പുറവകാശം ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ പിതൃത്വം വഹിക്കാനോ വേണ്ടി ബോധപൂർവ്വം ഇടപെടൽ നടത്തുന്നത്. ഞങ്ങൾ വളരെ വിനയത്തോടു കൂടി പറയുന്നത് ഞങ്ങൾ ഇതിന്റെ ഒരു പിതൃത്വത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിലയിലേക്ക് ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന പൊതുജനാധിപത്യ പ്രസ്ഥാനം ചെയ്യുന്നത്. 2-ാം തീയതി ചേർന്ന ഭരണസമിതി യോഗത്തിന് ശേഷം 14-ാം തീയതി ഉൾപ്പെടെയാണ് മാധ്യമങ്ങൾ വാർത്ത വരുന്നത്. ഞാൻ മാധ്യമ വാർത്തയെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നത്. ചില മാധ്യമപ്രവർത്തകർ നേരിട്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഒരു ബൈറ്റ് തരണം പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ സമയത്ത് ബൈറ്റ് കൊടുക്കേണ്ടത് തന്നെയാണ് തീരുമാനിച്ചത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ വൈകാരികമായി ജനങ്ങളുടെ പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ അതിന് ഘടകവിരുദ്ധമായി എന്ത് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് വിശദീകരണം കൊടുത്തു കഴിഞ്ഞാലും ആളുകൾക്ക് അത് ബോധ്യപ്പെടില്ല. ആളുകൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുക തന്നെ വേണം. അതിന് കഴിയുന്ന സമീപനത്തിലേക്ക് അപ്പോൾ തന്നെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാറിയിരുന്നു. ഒരു ഭയവും ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. സംസ്ഥാന തലത്തിലേക്ക് ഒരു വാർത്തയാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ ചില മാധ്യമങ്ങൾ തന്നെ നേരിട്ട് വിളിച്ചിട്ടുണ്ട്. അവരോട് ഞാൻ വിനയത്തോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അതിനുള്ള പണി ആരംഭിച്ചിട്ടുണ്ട്. 2-ാം തീയതി ചേർന്ന യോഗത്തിൽ തീരുമാനം കൊടുത്തിട്ടുണ്ട്. വാർത്ത വരുന്നത് 14, 15, 16 തീയതികളാണ്. 17-ാം തീയതിക്ക് ലിസ്റ്റിൽ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. 3 വർഷമായി ലൈഫ് ലിസ്റ്റ് 2000 വന്നത് മുതൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനം എന്ന നിലയിലേക്കും അതിന്റെ തുടർ പ്രവർത്തനം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് KP വസന്ത അധ്യക്ഷയായി. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK മുഹമ്മദ് ഷാഫി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A മൊയ്തീൻകുട്ടി, വാർഡ് മെമ്പർ സീനത്ത്, MP ശിവശങ്കരൻ, VEO പ്രശാന്ത് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ലൈഫ് ഭവന പദ്ധതിയിൽ പഞ്ചായത്തിൽ 215 വീടുകൾ പൂർത്തീകരിച്ചതിന്റെ പ്രഖ്യാപനവും ചടങ്ങിൽ നടത്തി. ശ്രീകൃഷ്ണപുരം ശിശുവികസന ഓഫീസിന് മുന്നിൽ ഒറ്റയാൾ സമരവുമായി പഞ്ചായത്ത് സ്വതന്ത്ര അംഗം K കോയ. അംഗനവാടി ഹെൽപ്പർ കൂടിക്കാഴ്ചയിൽ പക്ഷാപാതം ചൂണ്ടിക്കാണിച്ചാണ് K കോയ പ്രതിഷേധിച്ചത്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ വിവിധ അംഗൻവാടികളിലെ ഹെൽപ്പർ തസ്തിക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച പ്രഹസനമാണെന്നും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ആളുകളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നും ആരോപിച്ചാണ് K കോയ ഒറ്റയാൾ സമരവുമായി രംഗത്ത് വന്നത്. ഇതു സംബന്ധിച്ച് ശിശുവികസന പദ്ധതി ഓഫീസർക്ക് നേരത്തെ പരാതി നൽകിയിരുന്നതായും എന്നാൽ നടപടി കൈക്കൊള്ളാൻ അധികാരികൾ തയ്യാറായില്ലെന്നും ഈ സാഹചര്യത്തിലാണ് സമരം നടത്തേണ്ടി വന്നതെന്നും കോയ പറഞ്ഞു. നിലവിൽ പ്രസിദ്ധീകരിച്ച ലിസ്റ്റ് രാഷ്ട്രീയ ഇടപെടലുകൾ മൂലം തൽപരകക്ഷികളെ ഉൾപ്പെടുത്തിയുള്ളതാണ്. പക്ഷാപാതപരമായ സമീപനമാണ് ഇതെന്നും നിഷ്പക്ഷവും സത്യസന്ധവുമായി അർഹരെ ഉൾപ്പെടുത്തിയുള്ള ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്നും കോയ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ്
ശീകേശ്വരം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 35 കൊല്ലക്കാലത്തോളം ഇവിടെയുള്ള എല്ലാ നിയമനങ്ങളിലും അവരാളെ ചേർക്കുന്നത് രാഷ്ട്രീയപരമായിട്ട് ഒരു പരിധി വരെയൊക്കെ ചേർക്കുന്നത് മാത്രമല്ല ഒരു ഇൻ്റർവ്യൂ ബോർഡ് അവർ ഫോം ചെയ്തിട്ട് അത് ICDS ഓഫീസർക്ക് കൊടുക്കുമ്പോൾ അവിടെ 3 പ്രതിപക്ഷ മെമ്പർമാരുണ്ട്. പഞ്ചായത്തി രാജ് ആക്ടിൽ പ്രതിപക്ഷമെന്നില്ലെങ്കിൽ പോലും 3 കോൺഗ്രസ്സുകാർ അവിടെയുണ്ട്. അപ്പോൾ ആ പാർട്ടിയുടെ ഒരു പ്രതിനിധിയെയും ഉൾപ്പെടുത്താതെ സ്വതന്ത്രനായ ഞാൻ പറയുന്നത് ചെവിക്കൊള്ളാതെ അവരുടേതാ മാത്രം പൊതുപ്രവർത്തകർ എന്ന് പറയുന്ന 5 പേരെയും അവരുടെ രാഷ്ട്രീയ വർക്കേഴ്സിനെ മാത്രം വെച്ചുകൊണ്ടാണ് ഈ കളി കളിച്ചത്. മാത്രമല്ല അവിടെ മധു എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പേരിൽ ഉൾപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തെ പാർട്ടി തരം താഴ്ത്തി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഒഴിവാക്കുകയും ബദലായി മറ്റൊരാളെ അംഗീകാരമില്ലാതെ ബോർഡിൽ പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ നടക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായ നിയമങ്ങൾ മാത്രമാണ്. അവരുടെ ചട്ടുകങ്ങളല്ലാത്ത രാഷ്ട്രീയക്കാർക്കും കിട്ടുന്നില്ല. ചട്ടുകങ്ങളല്ലാത്തവർക്കൊന്നും അധ്വാനിച്ചിട്ടോ ജോലി ചെയ്തിട്ടോ ജീവിക്കേണ്ട, എല്ലാം അവർക്ക് മതി എന്ന് പറയുന്ന ഒരു ധിക്കാരപരമായ സമീപനമാണ് കഴിഞ്ഞ 35 വർഷമായി ശീകേശ്വരം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളും ഭരണസമിതിയും ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ മെമ്പറായിട്ട് 3 വർഷമായി. അവിടെ ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂ ബോർഡ് നടത്തുമ്പോഴോ രൂപീകരിക്കുമ്പോഴോ ഞങ്ങളെയോട് ആ കാര്യങ്ങളൊന്നും ചോദിക്കാതെ വെറും സ്റ്റിയറിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇഷ്ടമുള്ളവരെ തിരികെ കയറ്റാൻ ആ ഒരു പരിഗണന അല്ലെങ്കിൽ ആ ഒരു ധിക്കാരപരമായ സമീപനം, ആ ഒരു നടപടി ജനാധിപത്യ വിരുദ്ധമാണ്. മാത്രമല്ല തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളെപ്പോലുള്ള അംഗങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ആണുള്ളത്. അതിനുള്ള പ്രതിഷേധം. ജില്ലാ പഞ്ചായത്തും MLAയും തുക അനുവദിച്ചിട്ടും കോട്ടോപ്പാടം പഞ്ചായത്തിലെ വേങ്ങ കണ്ടമംഗലം ഒളപ്പമണ്ണ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമായില്ല. MLA 1 കോടി രൂപയും ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപയും അനുവദിച്ചിട്ട് 1 വർഷം പിന്നിട്ടു. കോട്ടപ്പാടം പഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റായിരുന്ന മഹാകവി ഒളപ്പമണ്ണ വിട്ടു നൽകിയ റോഡാണ് വേങ്ങ കണ്ടമംഗലം റോഡ്. കോട്ടപ്പാടം പഞ്ചായത്തിലെ 3, 5, 6, 7, 17 വാർഡുകളിലുള്ള ആയിരക്കണക്കിന് പേർ യാത്ര ചെയ്യുന്നത് ഈ റോഡിലൂടെയാണ്. പഞ്ചായത്തിലെ പുരാതന റോഡുകളിലൊന്നാണിത്. കർഷക കുടുംബങ്ങളാണ് പ്രദേശത്ത് ഭൂരിഭാഗവും. പതിറ്റാണ്ടുകളായി റോഡ് നവീകരണം നടത്തിയിട്ട് കുണ്ടും കുഴികളുമായി യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം റോഡ് തകർന്നു. 3 ബസ്സുകളാണ് ഇതിലൂടെ സർവീസ് നടത്തിയിരുന്നത്. റോഡ് തകർച്ച കാരണം ഒരു ബസ് പൂർണ്ണമായും സർവീസ് നിർത്തി. 2021-22 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും കരാറുകാരൻ പ്രവൃത്തി ചെയ്യാത്തതു കാരണം തുക പാഴായി. വീണ്ടും 20 ലക്ഷം രൂപ റോഡിന് അനുവദിച്ചിട്ടുണ്ടെന്നും എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോൽക്കളത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ബജറ്റിൽ റോഡിന് 1 കോടി രൂപ വകയിരുത്തിയതായി M. ഷംസുദ്ദീൻ MLA അറിയിച്ചിരുന്നതാണ്. അടുത്ത ബജറ്റ് ആയെങ്കിലും റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഒരു പരിഹാരവുമായില്ല. 5-ാം വാർഡ് ഒഴികെയുള്ള എല്ലാ വാർഡുകളിലും ജില്ലാ പഞ്ചായത്തും MLAയും MP-യും UDF പ്രതിനിധികളാണ്. കൂനിന്മേൽ കുരുവെന്ന പോലെ തകർന്ന റോഡിലൂടെ ജലജീവൻ മിഷന്റെ പ്രവൃത്തിയും കൂടി ചെയ്തതോടെ തകർച്ച പൂർണ്ണമായി. റോഡിന്റെ തകർച്ചയ്ക്ക് പരിഹാരം കാണണമെന്ന് ജനപ്രതിനിധികളോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ലെന്ന് പ്രദേശവാസിയായ ഷിഹാബ് പറഞ്ഞു. ഈ റോഡ് വേങ്ങ റോഡ് 10-32 കൊല്ലം പഴക്കമുള്ള റോഡാണ്. അതായത് ഒളപ്പമണ്ണൻ്റെ പേരുള്ള റോഡാണ്. ഇതിൻ്റെ അപ്പുറത്തും ആദ്യം റോഡ് ഉണ്ടായിട്ടില്ല. ഈ റോഡാണുള്ളത്. ഈ റോഡ് നിലവിൽ ഇതിലായിട്ട് ഒരു പണിയെടുത്തില്ല. MLAയുടെ കുറച്ച് പൈസ അവിടെ ഇറക്കിയെന്നല്ലാണ്ട് ഇതിലായിട്ട് പണി നടന്നിട്ടില്ല. ഇത്രയും പഴക്കമുള്ള റോഡാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള റോഡുകളൊക്കെ ഉള്ളത്. അരി റോഡും അതിന് ശേഷം വന്നതാണ്. അമ്പായക്കോട് റോഡും ഇതിന് ശേഷം വന്നതാണ്. ഈ റോഡിന് മാത്രം ഇതായിട്ട് ഒരു കണ്ടു വന്നിട്ടില്ല നിലവിൽ. ഈ ബസ്സുകൾ ഓടണം അത് പറഞ്ഞു. ബസ്സുകൾ ഓടുന്നുണ്ട്. രാവിലെ 7:45 ആ ബസ്സിനൊപ്പം നിർത്തി. ഇപ്പോൾ ഉള്ളത് 5 മണിക്കുള്ള ബസ് മാത്രമേ ഉള്ളൂ. ആ ബസ്സാക്കി നിർത്തിക്കണം. 2 ബസ്സിനെ കട്ടാക്കിയിട്ടുണ്ട്. എന്താ കാരണം? കാരണം റോഡ് പ്രയോജനമില്ല. അത് കാരണത്താലേ. കാരണം റോഡ് ഇതില്ല. അവിടെയൊക്കെ കുണ്ടും കുഴിയാണ്. കുറച്ച് പാച്ച് വർക്ക് അല്ലാണ്ട് വേറെ ചെയ്യില്ല. അതിപ്പോൾ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മെമ്പർക്ക് കുറച്ചെല്ലാം ഒരു പരിധിക്കല ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറം ചെയ്യാറില്ല. വലിയ എന്തെങ്കിലും PW ഫണ്ട് കിട്ടുകയാണെങ്കിൽ വലിയ ഫണ്ട് എടുക്കാം. അത്രേ ഉള്ളൂ. കുമരമ്പത്തൂർ വെള്ളപ്പാടം ജുമാ മസ്ജിദ് ഖബർസ്ഥാൻ റോഡ് ഉദ്ഘാടന വേളയിലെ ബാനർ മാറ്റം മുസ്ലിം ലീഗിനുള്ളിൽ വിവാദം പുകയുന്നു. ബ്ലോക്ക് അംഗത്തെയും പഞ്ചായത്ത് അംഗത്തെയും ഒഴിവാക്കി ഉദ്ഘാടന വേദിയിൽ ബാനർ സ്ഥാപിച്ചത് വിവാദമായിരുന്നു. റോഡ് നവീകരണത്തിന് മുന്നിൽ പ്രവർത്തിച്ച ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡന്റെ വിഹിതമായി 10 ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും റോഡ് നിൽക്കുന്ന ഡിവിഷനിലെ അംഗവുമായ വി പ്രീതയുടെ വിഹിതമായ 5 ലക്ഷവും ഉപയോഗിച്ചാണ് റോഡ് നവീകരണം പൂർത്തിയാക്കിയത്. എന്നാൽ ഉദ്ഘാടന ചടങ്ങ് വേദിയിൽ പ്രീതയുടെയും ഉദ്ഘാടകനായ VK ശ്രീകണ്ഠൻ MPയുടെയും ഫോട്ടോയുള്ള ബാനറുകൾ മാത്രം സ്ഥാപിച്ചത് നാട്ടുകാർ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നു. തുടർന്ന് മുസ്തഫ വറോഡിൻ്റെയും പഞ്ചായത്ത് അംഗം D. വിജയലക്ഷ്മിയുടെയും ഫോട്ടോകളുള്ള ബാനർ സ്ഥാപിക്കുകയും ചെയ്തു.
കുമരംപുത്തൂരിലെ ചില ലീഗ് നേതാക്കളുടെ ഇടപെടലാണ് ബാനർ വിവാദത്തിനു പിന്നിലെന്നും ഇത് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നുമാണ് ലീഗ് അണികൾക്കുള്ളത്. ലീഗിലെ ചിലരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പ്രാദേശിക നേതൃത്വം നടത്തിയ ഇടപെടൽ പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ. ഉദ്ഘാടന വേദിയിൽ ഇതിനെതിരെ കോൺഗ്രസിലെയും CMPയിലെയും നേതാക്കൾ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നേതാക്കളെ ഒഴിവാക്കിയുള്ള പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് കോൺഗ്രസ് പ്രതിനിധിയും കുമരംപുത്തൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ PM നൗഫൽ തങ്ങൾ പ്രതികരിച്ചിരുന്നു. നമ്മുടെയൊക്കെ പാർട്ടികളിലും മുന്നണികളിലും വലിയ ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്ന നേതാക്കൾ ഒട്ടനവധിയുള്ള പ്രദേശമാണ് കുമരംപുത്തൂർ. അവരെവിടെയും വാക്യം ഗൗനിക്കണ്ട എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഞാൻ മുസ്തഫ ഉൾപ്പെടെയുള്ള ആളുകളോടാണ് ഓർമ്മപ്പെടുത്തുന്നത്. ആ വലിയ തലം തരുന്ന നേതാക്കളുടെ ഒക്കെ വാക്കിനെ ഗൗനിക്കേണ്ടതുണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഒരു തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഊണും ഉറക്കവും ഒഴിച്ച് പോസ്റ്റർ ഒട്ടിച്ച് നമ്മളാകുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കുന്നതിൽ അഹോരാത്രം പണിയെടുക്കുന്ന പ്രവർത്തകരുടെ വാക്ക് മാറ്റിവെക്കണമെന്ന് ഏത് പ്രമാണി പറഞ്ഞാലും അവരോട് മാറി നിൽക്കാൻ പറയാനുള്ള ത്രാണി നിങ്ങൾക്കുണ്ടാവും. ഒരു അഭിപ്രായം എനിക്കുണ്ട്. അത് മുസ്ലിം ലീഗിന്റെ നേതാവായാലും കോൺഗ്രസിന്റെ നേതാവായാലും CMPയുടെ നേതാവായാലും ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഏത് പാർട്ടിയുടെ നേതാവായിരുന്നാലും സാധാരണ പ്രവർത്തകരെ താറടിച്ച് അവരെ മാറ്റി നിർത്തി അവരുടെ അഭിപ്രായം ഗൗനിക്കാതെ പോകണമെന്ന് ആര് പറഞ്ഞാലും അതിനോട് യോജിക്കുന്ന ഒരു നിലപാടിനോടും എനിക്ക് യോജിപ്പില്ല. ജനപ്രതിനിധികൾ 2 വർഷം കഴിഞ്ഞാൽ വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങുമെന്ന് ഓർക്കണമെന്ന് പൊതുപ്രവർത്തകൻ അബു വറോഡൻ വേദിയിൽ പറഞ്ഞിരുന്നു. ഇവിടുത്തെ വികസന പ്രവർത്തനം ആരും നോക്കേണ്ട ആവശ്യമില്ല. റോഡ് പണിയെടുക്കുക, അതെന്താണ് പണിയിട്ടെങ്കിൽ നാട്ടുകാർക്ക് ആവശ്യമുള്ള പണിയെടുക്കാനാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറേയും ജില്ലാ പഞ്ചായത്ത് മെമ്പറേയും MPയെയും MLA ഒക്കെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആരെങ്കിലും പറഞ്ഞത് കേട്ട് അവരെ കൂടെ പോകുന്നവർക്ക് 5 വർഷം കഴിഞ്ഞാൽ ഇനിയും ഈ പരിപാടികളൊക്കെ നടക്കും എന്നുള്ള ഓർമ്മ ഉണ്ടായിട്ട് വേണം തുടർന്നുള്ള പ്രവർത്തനം നടത്തേണ്ടതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്. ആരെയും എടുത്തു പറയുന്നില്ല. ഇതിൽ മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തിയ ആരൊക്കെ ഉണ്ടോ അവരെ നിങ്ങൾ കാണുക. ആരൊക്കെ ഇതിന് ഇടങ്കോലിട്ടിട്ടുണ്ടോ ആരെന്ന് പറയുന്നില്ല. ഉണ്ട് എന്നുള്ളത് ഇവിടുത്തെ സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. പുതുവത്സര ദിനത്തിൽ പൊൻകണി 2024 പദ്ധതിയുമായി അടയ്ക്കാപുത്തൂർ സംസ്കൃതി. 2024 2024 കണിക്കുന്ന തൈകൾ നട്ടുപരിപാലിക്കുന്ന പദ്ധതിയാണ് പൊൻകണി. പാലക്കാട് നടന്ന ചടങ്ങിൽ ജില്ലാ കലക്ടർ ഡോക്ടർ S. ചിത്ര പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 20 വർഷത്തോളമായി പരിസ്ഥിതി രംഗത്ത് വ്യത്യസ്തവും നൂതനവുമായി ഒട്ടേറെ പ്രായോഗിക കർമ്മ പദ്ധതികൾ നടത്തി ശ്രദ്ധേയരായ അടയ്ക്കാപുത്തൂർ സംസ്കൃതി 2024 നടപ്പാക്കുന്ന വേറിട്ട പദ്ധതിയാണ് പൊൻകണി 2024. മുൻവർഷങ്ങളിൽ ആൽമരത്തണൽ, പ്ലാമരത്തണൽ, മാമരത്തണൽ, ആര്യവേപ്പ്, ഞാവൽ വർഷം, അശോകവർഷം, ഇലഞ്ഞിപ്പൂമണം, അമൃതവർഷം തുടങ്ങിയ പദ്ധതികൾ സംസ്കൃതി നടപ്പിലാക്കിയിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്. 2024 വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഉത്തരവാദിത്ത പരിസ്ഥിതി പ്രവർത്തനം വിദ്യാർത്ഥികളിലൂടെയെന്ന ആശയം യാഥാർത്ഥ്യമാക്കുന്നതിനായി പാലക്കാട് ജില്ലയിൽ മാത്രം 1000 കുട്ടികളെ ഉൾപ്പെടുത്തി സംസ്കൃതി സ്റ്റുഡൻസ് ക്ലബ്ബ് പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയും സംസ്കൃതി വിതരണം ചെയ്യുകയും നടുകയും ചെയ്യുന്ന തൈകളുടെ പരിപാലനം ഉറപ്പുവരുത്തുന്നതിനുവേണ്ടി ഒരു ആൻഡ്രോയിഡ് ആപ്പ് സംവിധാനത്തിലൂടെ വിവരശേഖരണം നടത്തി ക്രിയാത്മകമായ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. പഞ്ചായത്തുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ പാതയോരത്ത് തള്ളുന്ന മാലിന്യങ്ങൾ വൃത്തിയാക്കി കുടുംബശ്രീ, അയൽക്കൂട്ടം എന്നിവയുടെ നേതൃത്വത്തിൽ ഹരിതാരാമം പദ്ധതികൾ സംസ്കൃതി നടപ്പിലാക്കി വരുന്നു. പൊൻകണി 2024 പദ്ധതി, സംസ്കൃതി സ്റ്റുഡൻസ് ക്ലബിന്റെ ആൻഡ്രോയിഡ് ആപ്പ് തുടങ്ങിയവയുടെ ഉദ്ഘാടനം പാലക്കാട് ജില്ലാ കലക്ടർ ഡോക്ടർ S. ചിത്ര നിർവഹിച്ചു. അടയ്ക്കാപുത്തൂർ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ 2024 വർഷത്തിൽ 2024 കളിക്കൊന്നകൾ നട്ട് പരിപാലിക്കുന്ന പരിപാടി തുടക്കം കുറിച്ചിരിക്കുകയാണ്. വളരെ സാമൂഹിക പ്രതിബദ്ധതയുള്ള നല്ല ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ഗ്രൗണ്ട് വാട്ടർ ലെവലൊക്കെ ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജലസമൃദ്ധിയുടെ കുറവുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇതുപോലെയുള്ള ഒരു അഫോറസ്റ്റേഷൻ ആക്ടിവിറ്റീസ് ഏറ്റെടുത്ത് നടത്തുന്നതിന് അടയ്ക്കാപുത്തൂർ സംസ്കൃതിക്ക് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രീ രാജേഷ്, അദ്ദേഹമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. കുറേയധികം സ്കൂൾ കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും പ്രത്യേകം. കളക്ട്രേറ്റിൽ വെച്ച് നടന്ന ചടങ്ങിൽ സംസ്കൃതി പ്രവർത്തകരായ രാജേഷ് അടയ്ക്കാപുത്തൂർ, MP പ്രകാശ് ബാബു, UC വാസുദേവൻ, KT ജയദേവൻ, സംസ്കൃതി സ്റ്റുഡൻസ് ക്ലബിന്റെ പാലക്കാട് ജില്ലാ കോർഡിനേറ്ററും മൊബൈൽ ആപ്പ് ക്രിയേറ്ററുമായ അഭിനവ്, സംസ്കൃതി സ്റ്റുഡൻസ് ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.
പുതുവത്സര രാവിൽ മേള അരങ്ങേറ്റം ആഘോഷമാക്കി വെള്ളിനേഴി കുറ്റാനിശ്ശേരിക്കാർ. ചങ്ങാതിക്കൂട്ടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ വാദ്യ കലാകാരൻ പനമണ്ണ ശശിക്ക് കീഴിൽ ചെണ്ട അഭ്യസിച്ച 16 വിദ്യാർത്ഥികളാണ് അരങ്ങേറ്റം കുറിച്ചത്. കുറ്റാനിശ്ശേരി യുവജന വായനശാല ചങ്ങാതിക്കൂട്ടം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രശസ്ത വാദ്യ കലാകാരൻ പനമണ്ണ ശശിക്ക് കീഴിൽ വിദ്യാർത്ഥികൾക്ക് ചെണ്ട പരിശീലനം നൽകിയിരുന്നത്. 6 മാസത്തെ പരിശീലനത്തിന് ഒടുവിൽ 16 വിദ്യാർത്ഥികളാണ് പുതുവത്സര രാവിൽ പഞ്ചാരിമേളം കൊട്ടി അരങ്ങേറ്റം കുറിച്ചത്. നൂറുകണക്കിന് ആളുകളാണ് അരങ്ങേറ്റം ആസ്വദിക്കാൻ എത്തിയിരുന്നത്. പി മമ്മിക്കുട്ടി MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA മുഖ്യാതിഥിയായി. കഴിഞ്ഞ വർഷത്തെ മികച്ച കർഷകനെയും കർഷക തൊഴിലാളിയെയും ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വായനോത്സവത്തിൽ താലൂക്ക് ജില്ലാ തലങ്ങളിൽ പങ്കെടുത്തവരെയും പരിപാടിയിൽ ആദരിച്ചു. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. ഗിരീഷ് കുമാർ PD, വി രാമൻകുട്ടി, പനമണ്ണ ശശി, PC ശിവശങ്കരൻ മാസ്റ്റർ, മുരളി വളാംകുളം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. വിദ്യാർത്ഥികൾക്ക് പുതുവത്സര ദിനത്തിൽ മധുരം നൽകാനായി അമ്മമാരായ രക്ഷിതാക്കൾ തയ്യാറാക്കിയത് പടുകൂറ്റൻ കേക്ക്. കൂട്ടപ്പാടം തിരുവിഴാംകുന്ന് CPAUP സ്കൂളിലാണ് ഈ വ്യത്യസ്തമായ ആഘോഷം നടന്നത്. കൃത്രിമ വസ്തുക്കളില്ലാതെ പ്രകൃതിദത്ത വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചാണ് കേക്ക് തയ്യാറാക്കിയതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. 5 അടി നീളം, 2 അടി വീതി, ഇത്രയും വലുപ്പത്തിലുള്ള കേക്ക് ഇവർ നിർമ്മിച്ചത് തങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പുതുവത്സര ദിനത്തിൽ മധുരം നൽകാനാണ്. 6 രക്ഷിതാക്കൾ സ്കൂളിൽ വെച്ച് തന്നെയാണ് കേക്ക് തയ്യാറാക്കിയത്. കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയുള്ള ഈ കേക്ക് പൂർണ്ണമായും പ്രകൃതിദത്ത വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിച്ചതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു സാധനങ്ങളും ഉൾപ്പെടുത്തിയില്ല. ഭയങ്കര ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളായതുകൊണ്ട് ഞങ്ങൾക്ക് സ്വന്തം മക്കൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശത്തോടു കൂടിയാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. അത് ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. ഇതിങ്ങനെ ഇത്രയും ഭംഗിയായി ഇതിവിടെ വന്ന് ഇത്രയും ആളുകളുടെ ഇടയിൽ അത് കട്ട് ചെയ്യാൻ സാധിച്ചപ്പോൾ വളരെയധികം സന്തോഷവും തോന്നുന്നു. ഡിസൈനിങ്ങും രൂപകൽപ്പനയുമെല്ലാം ഇവർ തന്നെ. 10 മണിക്ക് വിദ്യാർത്ഥികൾ സ്കൂളിലെത്തിയതോടെ കേക്ക് പ്രധാനാധ്യാപിക ടി ശാലിനി മുറിച്ചു. തുടർന്ന് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾ വിതരണം ചെയ്തു. പുതുവത്സരത്തിൽ കേക്ക് മുറിക്കൽ സാധാരണമാണ്. എന്നാൽ ഈ പതിവ് ആഘോഷം എങ്ങനെ വ്യത്യസ്തമാക്കാമെന്ന ചിന്തയാണ് വലിയ കേക്ക് എന്ന ആശയത്തിലേക്ക് എത്തിച്ചത്. കേക്ക് നിർമ്മാണം സ്വയം ഏറ്റെടുക്കുകയായിരുന്നു രക്ഷിതാക്കളെന്ന് പ്രധാനാധ്യാപിക ടി ശാലിനി പറഞ്ഞു. ഏകദേശം 5 അടി നീളവും 2.5 അടി വീതിയുമുള്ള വലിയൊരു കേക്ക് നമ്മുടെ എൻ്റെ തന്നെ അധ്യാപക ജീവിതത്തിൽ തന്നെ ഇത് മറക്കാനാവാത്തൊരു അനുഭവമാണ്. എന്തായാലും വളരെ സന്തോഷം. അമ്മമാർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും പുതുവത്സര ആശംസകളും ഇതോടൊപ്പം നേരുന്നു. PTA പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K സലാം, ഫസീല സുഹൈൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മണികണ്ഠൻ വടശ്ശേരി, MBTA പ്രസിഡന്റ് K പ്രീത, സ്കൂൾ മാനേജർ CP ഷിഹാബുദ്ദീൻ, V ജയപ്രകാശ്, TS ശ്രീവത്സൻ തുടങ്ങിയവർ ആഘോഷത്തിന് നേതൃത്വം നൽകി. കേക്ക് ഉണ്ടാക്കിയ അമ്മമാരെ ചടങ്ങിൽ ആദരിച്ചു. കഥകളി മദ്ദളത്തിലെ അദ്വിതീയനായ ആചാര്യനായിരുന്ന കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാൾ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ട്രസ്റ്റ് വാർഷികവും ചൊവ്വാഴ്ച ചെറുതുരുത്തി കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടക്കും. മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഥകളി മദ്ദളത്തിലെ ആചാര്യനായിരുന്ന കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാൾ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ട്രസ്റ്റ് വാർഷികവുമാണ് ചൊവ്വാഴ്ച വൈകിട്ട്
4 മണിക്ക് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടക്കുക. ചെറുപ്പശ്ശേരി ശിവന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന പരിപാടി മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാൾ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം കലാമണ്ഡലം രാമൻകുട്ടിക്കും, തിരുവില്ലാമല മാധവൻ വാര്യർ സ്മാരക യുവ പ്രതിഭാ പുരസ്കാരം കലാമണ്ഡലം വൈശാഖിനും സമ്മാനിക്കും. ട്രസ്റ്റ് പ്രസിഡന്റ് കലാമണ്ഡലം നാരായണൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാൾ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ വാർഷികവും പുരസ്കാര സമർപ്പണവും നാളെ ജനുവരി 2 വൈകുന്നേരം 4 മണി മുതൽ കേരള കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ വെച്ചിട്ട് കലാമണ്ഡലം മദ്ദള വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കാൻ പോവുകയാണ്. ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യാറുള്ളത് പോലെ ആദ്യം അപ്പുക്കുട്ടി പൊതുവാൾ ആശാൻ്റെ ഛായാപടത്തിന് മുമ്പിൽ ഭദ്രദീപം കൊളുത്തിക്കൊണ്ടാണ് ഈ പരിപാടി തുടങ്ങുക. ഇത് ചെയ്യുന്നത് അപ്പുക്കുട്ടി പൊതുവാളിൻ്റെ ശ്രീമന്തപുത്രി സതി ആർ പൊതുവാൾ ട്രസ്റ്റിൻ്റെ മുഖ്യ രക്ഷാധികാരി കൂടിയാണ് അവരാണ് ഭദ്രദീപം കൊളുത്തി, അവരും വേറെ മക്കളും കൂടി ഭദ്രദീപം കൊളുത്തി ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നാളെ നമ്മൾക്ക് ഉദ്ഘാടനത്തിന് നിങ്ങൾക്കൊക്കെ സുപരിചിതമായ സുപ്രസിദ്ധ മാധ്യമ പ്രവർത്തകൻ ശ്രീ MP സുരേന്ദ്രൻ അവറുകളാണ്. അദ്ദേഹം ഒരു കലാനിരൂപകനും സാംസ്കാരിക പ്രവർത്തകനൊക്കെയാണ്. സുരേന്ദ്രൻ സാറിനെ പറ്റി നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. അദ്ദേഹമാണ് നാളെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. വ്യക്തി അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നതിൽ ഉപരി എന്തായിരുന്നു അപ്പുക്കുട്ടി പൊതുവാൾ, എന്തിനാണ് ഈ ട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ, അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള ആ കലാപരമായുള്ള സിദ്ധികൾ അത് പിൻതലമുറക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ അവർ കാത്തു സൂക്ഷിക്കും എന്നുള്ള വിശ്വാസവും, ആ വിശ്വാസം ഞങ്ങൾക്ക് സമാധാനം തരുന്നുണ്ട്. അത് ഈ കേരളത്തിലെ കലാസ്ഥാപനങ്ങളിൽ മുഴുവൻ ഈ മദ്ദളം അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും പാഠം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രത്യേകതകൾ, അവരായിട്ട് സംഭാവന ചെയ്ത നിരവധി കാര്യങ്ങൾ ഈ വാദ്യകലയിലും ഈ കഥകളി വേഷകാര്യങ്ങളിലായാലും എല്ലാ വിഭാഗത്തിലും ചുട്ടി വരെ ഉണ്ട്. അവരൊക്കെ നിലനിൽക്കണം എങ്കിൽ ഇതുപോലുള്ള അതാത് കാലത്ത് ഒരു ട്രസ്റ്റിൻ്റെ ആവശ്യം, അതിൻ്റെ പ്രസക്തി കൂടിക്കൂടി വരികയാണ്. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P. രാജേഷ് കുമാർ അപ്പുക്കുട്ടി പൊതുവാളിൻ്റെ പൂർണ്ണമായ ചിത്രം അനാച്ഛാദനം ചെയ്യും. തുടർന്ന് കലാമണ്ഡലം വൈശാഖിൻ്റെ നേതൃത്വത്തിൽ പഞ്ചമദ്ദളക്കേളി അരങ്ങേറും. ചെറുതുരുത്തിയിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ കലാമണ്ഡലം നാരായണൻ നായർ, ഗോപി N. പൊതുവാൾ, കലാമണ്ഡലം ഹരിദാസൻ, കലാമണ്ഡലം ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ ക്ഷീരോത്പാദക സംഘത്തിന് സ്വന്തം കെട്ടിടമാകുന്നു. മണ്ണമ്പറ്റയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം K. പ്രേംകുമാർ MLA നിർവഹിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 5, 6, 7, 8, 10 വാർഡുകൾ പ്രവർത്തന മേഖലയായിട്ടുള്ളതാണ് മണ്ണമ്പറ്റ ക്ഷീരോത്പാദക സംഘം. MLAയുടെ 2022-23 സാമ്പത്തിക വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ക്ഷീരസംഘത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഒരു ചെറിയ ഉപജീവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഒരു മേഖല എന്ന നിലയിൽ സമീപിക്കുന്നത് ക്ഷീരമേഖലയെയാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഡസൻ കണക്കിന് പശുക്കളെ എല്ലാം വളർത്തി വലിയ ഫാമൊക്കെയായി ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒന്നും പൊതുവിൽ എല്ലാവർക്കും കഴിയാറില്ല. എന്നാൽ വീട്ടിലൊരു പശു, ആ പശുവിനെ വളർത്തി അതിന്റെ പാല് സൊസൈറ്റിയിൽ കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പരിശ്രമം നടത്തുന്ന ധാരാളം പേരെ നമുക്ക് നാട്ടിൻപുറത്ത് കാണാൻ കഴിയും. അങ്ങനെയുള്ളവർക്കെല്ലാം ആശ്രയമാകുന്ന ഒരു കേന്ദ്രമാണ് ഒരു പ്രദേശത്തെ ക്ഷീരസംഘം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായി. ക്ഷീരസംഘം പ്രസിഡന്റ് T. നീലകണ്ഠൻ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ VK രാധിക, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ C. ഹരിദാസൻ, C. ലീല, സംഘം മുൻ പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ, ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ MC. വാസുദേവൻ, പാലക്കാട് മിൽമ സീനിയർ സൂപ്പർവൈസർ TA. ശോഭന, സംഘം സെക്രട്ടറി N. ബാലസുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു.
28 വർഷത്തെ രാജ്യസേവനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ സൈനികന് ജന്മനാടിൻ്റെ വീരോചിത സ്വീകരണം. സുബേദാർ ഹോണററി ക്യാപ്റ്റനായി വിരമിച്ച പെരിന്തൽമണ്ണ എരവിമംഗലം സ്വദേശി TP ഗോവിന്ദരാജനാണ് ജന്മനാട് സ്വീകരണം നൽകിയത്. വിരമിച്ച സൈനികന് അപൂർവമായിട്ടായിരിക്കാം സ്വന്തം ജന്മനാട് സ്വീകരണം ഒരുക്കുന്നത്. സൈനിക സേവനം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ TP ഗോവിന്ദരാജന് എരവിമംഗലത്ത് വീരോചിതമായ സ്വീകരണം നൽകി. വാദ്യമേളത്തിൻ്റെ അകമ്പടിയോടെ സ്വീകരണവേദിയിലേക്ക് ആനയിച്ചു. എരവിമംഗലം ആരോഗ്യ കേന്ദ്രം അങ്കണത്തിലാണ് സ്വീകരണ പരിപാടി നടന്നത്. എരവിമംഗലം താഴത്തെ പുത്തൻ പീടികയ്ക്കൽ ഗോവിന്ദൻ നായരുടെയും സരസ്വതിയുടെയും ഇളയ മകനായി ജനിച്ച ഗോവിന്ദരാജന് രാജ്യസേവകനായി സൈന്യത്തിൽ ചേരാനായിരുന്നു നിയോഗം. ആനമങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഗോവിന്ദരാജൻ പഠിച്ചത്. പെരിന്തൽമണ്ണ PTM ഗവൺമെൻറ് കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ 1995 ഡിസംബർ 28-ന് തൻ്റെ 19-ാം വയസ്സിൽ ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്നു. കോഴിക്കോട് നടന്ന റിക്രൂട്ട്മെൻറ്റ് റാലിയിലൂടെയാണ് അവസരം ലഭിച്ചത്. 97-ൽ രാജസ്ഥാനിൽ ശിപ്പായി ആയിട്ടായിരുന്നു തുടക്കം. തുടർന്ന് ജമ്മു, ഡൽഹി, പഞ്ചാബ്, മണിപ്പൂർ, അരുണാചൽ ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. നീണ്ട 4 ദൗത്യങ്ങളിൽ TP ഗോവിന്ദരാജൻ പങ്കാളിയായി. തൻ്റെ 28 വർഷത്തെ സൈനിക ജീവിതത്തിനിടയിൽ 8 പദവികൾ ലഭിച്ചു. 28ാമത്തെ വർഷം അരുണാചൽ പ്രദേശിൽ നിന്നും സുബൈദാർ ഹോണററി ക്യാപ്റ്റനായാണ് വിരമിച്ചത്. സ്തുത്യർഹമായ സേവനശേഷം തിരിച്ചെത്തിയ ക്യാപ്റ്റൻ TP ഗോവിന്ദരാജനെ നാട്ടുകാർ അനുമോദിച്ചു. നമ്മുടെ ഗോവിന്ദരാജൻ ആ പടവുകളൊക്കെ താണ്ടി ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്, സ്വന്തം നാട്ടിലേക്ക്. അദ്ദേഹം ഈ രാജ്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി എങ്ങനെ പ്രവർത്തിച്ചുവോ അതുപോലെ ഇനിയും പ്രവർത്തിക്കാൻ കഴിയണം. അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം, അതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം. കേരളം നിലനിൽക്കുന്നതിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ പേരിലാണ്. മുൻ കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KT സെയ്ദ്, നഗരസഭാ കൗൺസിലർ ഷെർലിജ, M വേണുഗോപാൽ, A ശിവദാസൻ, CM ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു വെമ്പിച്ച സ്വീകരണം, ഒരാദരവ് അത് നമ്മൾ നൽകിയിരിക്കുകയാണ്. ഇന്നുവരെ എരവിമംഗലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാം ഇത്തരം മഹത്തായ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു സേവനം നടത്തി വന്നിട്ടുള്ളവരല്ല. എന്നാൽ രാജ്യം തിരിച്ച് വളരെ 8-9ഓളം ഉയർന്ന പോസ്റ്റുകളിൽ പ്രൊമോഷൻ കിട്ടി വന്നിട്ട് ഇപ്പോൾ ഓണററി ക്യാപ്റ്റനായി റിട്ടയർമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഭാര്യ അനിത, മക്കളായ ഡിഗ്രി വിദ്യാർത്ഥി ശ്രീരാഗ്, UP സ്കൂൾ വിദ്യാർത്ഥി ശ്രീവേദ എന്നിവരും മാതാപിതാക്കളും TP ഗോവിന്ദരാജനൊപ്പം സ്വീകരണവേദിയിൽ എത്തി. ഇത്രയും ബഹുമതിയും സ്നേഹവും കിട്ടുന്ന സേവനം മറ്റൊന്നില്ലെന്ന് ക്യാപ്റ്റൻ TP ഗോവിന്ദരാജൻ പറഞ്ഞു. ഇന്ത്യൻ ആർമിയാണ് എല്ലാം തന്നത്. സഹനശക്തിയും ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ മാത്രമേ സൈന്യത്തിൽ ദീർഘകാലം സേവനം ചെയ്യാൻ സാധിക്കൂ എന്നും ക്യാപ്റ്റൻ TP ഗോവിന്ദരാജൻ പറഞ്ഞു. പുതുതലമുറയോട് പറയാനുള്ളത്, പട്ടാളത്തിൽ ചേരുക എന്ന് പറഞ്ഞാൽ സുഖമുള്ള ഏർപ്പാടല്ല, പക്ഷേങ്കിൽ ഇത്രയും സ്നേഹവും ബഹുമാനവും കിട്ടുന്ന ഒരു ജോലി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോ ഞാൻ പിന്നെ മുന്നേ കാണുന്നുണ്ടത്. കാരണം എവിടെ പോയാലും ഈ ഡ്രസ്സിന്റെ ഒരു വില വേറെയാണ്. അത് അഴിച്ചു വെക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ട്, എന്താ പറയാ, ഉള്ളിൻ്റെ ഉള്ളിലൊരു ദുഃഖമുണ്ട്. എന്താ പറ്റിയ അവിടെ നിന്ന് പോകാനേ പറ്റുള്ളൂ, ഇനി എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ആ ജോലിക്ക് കുറച്ച് കൃത്യനിഷ്ഠത, സമയനിഷ്ഠത, ആത്മാർത്ഥത, സത്യസന്ധത, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. സഹനശക്തി, ഏറ്റവും കൂടുതൽ സഹനശക്തി വേണം. ഏത് എന്താ പറയാ, ഏത് സ്ഥലമായിക്കോട്ടെ, ഏത് കാലാവസ്ഥ ആയിക്കോട്ടെ, ഏത് മലയായിക്കോട്ടെ, ഏത് കുന്നായിക്കോട്ടെ, പക്ഷേ അവിടെയൊക്കെ നിന്ന് സർവീസ് ചെയ്യാനും അത് നമ്മളതിനൊരു എന്താ പറയുക ഇതായി കണക്കിലെടുക്കാനുള്ള ഒരു മനോബലം, മുറാൾ അപ്പം ഇരിക്കണം. എന്നാൽ സുഖമായിട്ട് സർവീസ് പോരാ. യുവാക്കളെ അദ്ദേഹം സൈനിക സേവനത്തിനായും ക്ഷണിച്ചു. ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയും അഭിവൃദ്ധിയും സ്ത്രീകളുടെ വിദ്യാഭ്യാസവും ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന് ഫലസ്തീൻ അംബാസഡർ അദ്നാൻ മുഹമ്മദ് അബു അൽഹൈജ. കൂട്ടപ്പാടം MIC വിമൻസ് അക്കാദമിയിൽ മഹദിയ കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനികൾക്കുള്ള
സന്നദ്ധാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. The teaching of Prophet Muhammad, peace be upon him, sallallahu alaihi wasallam, exemplify the importance of educating women, recognizing that the progress of prosperity of their community are intricately tied to the education and empowerment of its women. വിദ്യാഭ്യാസം കൊണ്ട് ഹൃദയങ്ങളെ പ്രകാശപൂരിതമാക്കുകയും സമൂഹത്തിന് അർത്ഥപൂർണമായ സംഭാവന നൽകുകയും ചെയ്യണമെന്നും അദ്നാൻ മുഹമ്മദ് അബു അൽഹൈജ പറഞ്ഞു. SKSS സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിലുള്ള കോട്ടോപ്പാടം MIC വിമൻസ് അക്കാദമിയിൽ നിന്നും മഹദിയ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കി 135 വിദ്യാർത്ഥിനികൾക്കുള്ള സന്നദ്ധാനം സജന അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. അക്കാദമി പ്രിൻസിപ്പൽ ഫർഹാന നസറിൻ അധ്യക്ഷയായി. റുഖിയ, റെയ്ഹാന തുടങ്ങിയവർ സംസാരിച്ചു. വൈകിട്ട് നടന്ന ബിരുദദാന സമ്മേളനമാണ് പലസ്തീൻ അംബാസഡർ അദ്നാൻ മുഹമ്മദ് അബു അൽഹൈജ ഉദ്ഘാടനം ചെയ്തത്. SKSS സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായി. പലസ്തീന്റെ പരമ്പരാഗത വേഷമായ കുഫിയ വേദിയിലെ പ്രമുഖരെ അണിയിച്ച് പലസ്തീനിന്റെ ആദരം അംബാസഡർ അറിയിച്ചു. ഖുർആൻ കാലിഗ്രാഫിയിൽ വേൾഡ് ഗിന്നസ് റെക്കോർഡ് നേടിയ മുഹമ്മദ് ജസീം കാലിഗ്രാഫിയിൽ തയ്യാറാക്കിയ ഉപഹാരം പലസ്തീൻ അംബാസഡർക്ക് സമ്മാനിച്ചു. മഹദിയ ബിരുദധാരികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. MIC അക്കാദമി വർക്കിംഗ് പ്രസിഡന്റ് മുസ്തഫ അഷ്റഫി കക്കുപ്പടി ബിരുദദാന സന്ദേശം നൽകി. N ശംസുദ്ദീൻ MLA, SKSS സംസ്ഥാന സെക്രട്ടറി റഷീദ് ഫൈസി വെള്ളായിക്കോട്, MIC അക്കാദമി സെക്രട്ടറി ഹബീബ് ഫൈസി കോട്ടപ്പാടം, U ഷാഫി ഹാജി, അലവി ഫൈസി കുളപ്പറമ്പ്, KC അബൂബക്കർ ദാരിമി, ഇമ്പിച്ചിക്കോയത്തങ്ങൾ കൊടക്കാട്, C മുഹമ്മദ് അലി ഫൈസി, C മുഹമ്മദ് കുട്ടി ഫൈസി, MSF ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജു, മണർക്കാട് നഗരസഭാ ചെയർമാൻ C മുഹമ്മദ് ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, അഹമ്മദ് സാജു, ഉസൈൻ തങ്ങൾ കൊടക്കാട്, ഇബ്രാഹിം ഹാജി, കല്ലടി അബൂബക്കർ, പഴേരി ഷെരീഫ് ഹാജി, ഖലീൽ ഹുദവി, ബഷീർ ഫൈസി ദേശമംഗലം, TS സലാം തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടുകുളം പരിയാനംപറ്റ ക്ഷേത്രത്തിന് കീഴിൽ കാരുണ്യസ്പർശം ധനസഹായ വിതരണം നടന്നു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തട്ടകത്തിലെ പൂക്കോട്ടുകാവ്, വെള്ളിനേഴി, ശ്രീകൃഷ്ണപുരം പ്രദേശങ്ങളിലെ രോഗബാധിതരായ നിരാലംബരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. രോഗികളെ സഹായിക്കും, കുട്ടികൾക്ക് സഹായം നൽകും. ഇത് നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഒരു മുഖ്യ കടമയായി മാറിയിട്ടുണ്ട്. നല്ല സാമ്പത്തിക ശേഷിയുള്ള ധാരാളം ക്ഷേത്രങ്ങൾ ഇന്ന് ഈ കാര്യം ഏറ്റെടുത്ത് മുന്നോട്ട് വരും. നമുക്ക് ഈ മേഖലയിൽ ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. ഈശ്വരൻ്റെ കടാക്ഷം നേരിട്ട് കൈകളിൽ തിരുമേനി ശ്രീകോവിലിൻ്റെ മുമ്പിൽ പ്രസാദം കയ്യിൽ കൊടുക്കുന്നത് പോലെ ഈ പരിയാനംപറ്റ അമ്മയുടെ പ്രസാദമാണ് ഈ ആശ്വാസം എന്ന നിലയിൽ കണ്ടുകൊണ്ട് നമുക്ക് ഈ കാര്യത്തെ ഇനിയും വിപുലപ്പെടുത്താൻ സാധിക്കണം. അതിന് ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇവിടെ ഒരു സംഖ്യ ബജറ്റിൽ വകയിരുത്തുകയും അതിന് അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും ഒക്കെ നല്ല നിലയിൽ ട്രസ്റ്റി ബോർഡും എക്സിക്യൂട്ടീവ് ഓഫീസറും ജീവനക്കാരും ചേർന്ന് നിർവഹിച്ചിട്ടുണ്ട്. അവരെല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ്. ചടങ്ങിൽ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ PK ഗംഗാധരൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ C രാജിക, P ജയശ്രീ, K ജയലക്ഷ്മി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ക്ഷേത്ര മാനേജർ സജീവൻ ഗാനത്തിൽ, ജീവനക്കാരുടെ പ്രതിനിധിയായ K രാഗേഷ്, ഡോക്ടർ PS ധന്യ, ബ്ലോക്ക് മെമ്പർ S അജിത് കുമാർ, വാർഡ് മെമ്പർമാരായ നിഷ രാഗേഷ്, ശിവദാസൻ, കല്ലുവഴി ഗോപി, P അരവിന്ദാക്ഷൻ, K സുരേഷ്, വിശ്വനാഥൻ, AK സുരേഷ്, AP ജയന്തി, KV രാജഗോപാലൻ എന്നിവർ പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. കിസാൻ സഭ ശ്രീകൃഷ്ണപുരം മണ്ഡലം സമ്മേളനം PTB സ്മാരക ഹാളിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി V ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി P മണികണ്ഠൻ പൊറ്റശ്ശേരി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വേണുഗോപാലൻ, അശോകൻ, ശിവദാസ്, CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റായി KT രാമചന്ദ്രനെയും സെക്രട്ടറിയായി P രാധാകൃഷ്ണൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. പെരിന്തൽമണ്ണ SNDP യോഗം ശതാബ്ദി സ്മാരക കോളേജിലെ NSS സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C സുകുമാരൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
തണൽ എന്ന പേരിൽ കുന്നക്കാവ് GHSSലാണ് സപ്തദിന സഹവാസ ക്യാമ്പ് നടന്നത്. മാലിന്യമുക്ത നാളേക്കായി യുവകേരളം എന്ന ലക്ഷ്യവുമായി ഏലംകുളം ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് സ്നേഹാരാമം പദ്ധതി നടപ്പിലാക്കുകയായിരുന്നു ക്യാമ്പിന്റെ പ്രധാന പ്രൊജക്ട്. ഇതിനു പുറമെ ലഹരിമുക്ത ആരോഗ്യ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ്, റാലികൾ, വ്യക്തിത്വ വികസന ക്ലാസുകൾ, കലാ-സാംസ്കാരിക പരിപാടികൾ, നാടകം എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി ഉണ്ടായി. വിവിധ സെഷനുകളിലായി പെരിന്തൽമണ്ണ മുനിസിപ്പൽ കൗൺസിലർമാരായ പത്തത്ത് ആരിഫ്, ഉണ്ണി മാസ്റ്റർ, സോഫ്റ്റ് സ്കിൽ ട്രെയിനർ യാക്കൂബ് പൈലിപ്പുറം, നശാമുക്ത് ഭാരത് അഭിയാൻ ജില്ലാ കോർഡിനേറ്റർ B. ഹരികുമാർ, ഹിന്ദി പ്രചാരകനും സാമൂഹ്യ പ്രവർത്തകനുമായ ബിജുമോൻ പന്തീരുകുലം, രാജേഷ് അടയ്ക്കാപത്തൂർ, ഗണേഷ് കൈലാസ് എന്നിവരും പങ്കെടുത്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ P.K. ജഗന്നാഥൻ പാറക്കോട്ട് ഉണ്ണിയെ ആദരിക്കുകയുമുണ്ടായി. സ്കൂൾ പ്രധാനാധ്യാപിക K.K. ജയ, PTA പ്രസിഡന്റ് മാണിക്കൻ ഇബ്രാഹിം, കോളേജ് വൈസ് പ്രിൻസിപ്പൽ P.K. സുജീഷ്, ഡോക്ടർ K. അജിത്ത് തുടങ്ങിയവരും പങ്കെടുത്തു. തിരക്കിൽ നിന്നും മാറി ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് താമസിക്കാൻ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും മാറി പ്രകൃതി ഭംഗിയും നിളയുടെ അഴകും ആസ്വദിച്ച് താമസിക്കണമെങ്കിൽ ഇനി വാണിയംകുളത്തെത്തിയാൽ മതി. കൂനത്തറ ത്രാങ്ങാലിയിൽ ശാന്തസുന്ദരമായ ഗ്രാമീണ ഭംഗിയിൽ ഒരുക്കിയ ഹാപ്പി ലാൻഡ് ഹെറിറ്റേജ് ഹോം അതിഥികളെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. P. മമ്മിക്കുട്ടി MLA സംരംഭം ഉദ്ഘാടനം ചെയ്തു. കൊല്ലക്കാലം പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധ്വാനിച്ച് കുറച്ചു കാലം തുടർന്ന് അങ്ങോട്ട് നാടുമായി ബന്ധപ്പെട്ടുകൊണ്ടും നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു സംരംഭം ഇവിടെ ആരംഭിക്കാൻ വേണ്ടി അദ്ദേഹം ആലോചിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചതും അതിൻ്റെ ഭാഗമായ തീരുമാനം ഇന്ന് പ്രാവർത്തികമാവുകയും ചെയ്യുകയാണ്. തനിച്ച് അല്ലെങ്കിൽ തികച്ചും ഗ്രാമീണ മേഖലയുടെ ഒരന്തരീക്ഷം, ഒരു ഗ്രാമത്തിൻ്റെ സൗഭാഗ്യം പ്രദാനം ചെയ്തുകൊണ്ടുള്ള ഒരു കേന്ദ്രത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ഹോം സ്റ്റേ സംവിധാനം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ അധ്യക്ഷനായി. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ M.K. ജയപ്രകാശ് വിശിഷ്ടാതിഥിയായി. വാർഡ് കൗൺസിലർ C.K. സൗമ്യ, പ്രവാസി സംഘം ഒറ്റപ്പാലം ഏരിയ പ്രസിഡന്റ് M. മുകുന്ദൻ, ഡോക്ടർ തൻസീം, മറ്റ് കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. രണ്ട് മാസ്റ്റർ ബെഡ്റൂമുകളോട് കൂടിയ ചെറിയൊരു സ്വർഗീയ ഇടം തന്നെയാണ് പച്ച പരവതാനി വിരിച്ച പാടങ്ങൾക്കരികെ 2 ഏക്കറോളം സ്ഥലത്ത് ഉടമയായ പ്രസാദ് ഒരുക്കിയിരിക്കുന്നത്. ബാത്റൂം അറ്റാച്ച്ഡ് AC ബെഡ്റൂമുകൾക്ക് പുറമെ വിശാലമായ ഹാൾ, അതിഥികൾക്ക് തന്നെ സ്വയം തയ്യാറാക്കി കഴിക്കാവുന്ന രീതിയിലുള്ള കിച്ചൺ സംവിധാനം തുടങ്ങിയ നിരവധി സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ ഗ്രില്ലിംഗ്, ഫിഷിംഗ്, ക്യാമ്പ് ഫയർ എന്നിവയ്ക്കുള്ള സൗകര്യങ്ങളും ഹാപ്പി ലാൻഡിലുണ്ട്. ചെറിയ തുകയ്ക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങൾ തന്നെയാണ് ഹാപ്പി ലാൻഡ് ഒരുക്കി തന്നിരിക്കുന്നതെന്ന് അതിഥികൾ പറഞ്ഞു. ഷൊർണൂരിൻ്റെ അടുത്തായിട്ടുള്ള ത്രാങ്ങാലി നമുക്ക് എന്താ പറയുക നിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഞാൻ വാനോളത്താണ് താമസം വരുന്നത്. അവിടുന്ന് അടുത്തായിട്ട് നിയർ ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഇവിടേക്കുള്ള ദൂരം.
ആ ഒരു സ്പേസിനകത്ത് ഇത്ര നല്ലൊരു അറ്റ്മോസ്ഫിയർ ആവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് കണ്ടറിയാം, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടറിയാം. ഒരു പാടത്തിനോട് ചേർന്നിട്ടാണ് ഇതിനൊരു ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നല്ല രസത്തിലാണ് ഇതിൻ്റെ അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് ചേർന്നിട്ടൊരു കുളം, അതിൽ ഫിഷ് കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ലൈവായിട്ട് വേണമെങ്കിൽ ചൂണ്ടയിട്ട് പിടിക്കാൻ പറ്റും. കുട്ടികൾക്കൊരു എൻജോയ്മെൻ്റ് ആവും, നമുക്കൊരു എൻജോയ്മെൻ്റ് ആവും. അതേപോലെ തന്നെ എന്താ പറയുക, നമുക്കത് പിടിച്ച് കഴിഞ്ഞാൽ ലൈവായിട്ട് നമുക്ക് ഇവിടുന്ന് വേണമെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഫുഡും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടുത്തെ. ഈ ഒരു പ്ലേസ് കണ്ടപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ തട്ട് കാര്യങ്ങൾ, ഇവിടെ ഒരു പഴയ ഒരു ലൊക്കാലിറ്റിയിലേക്ക് പോകുന്ന പോലെ ഒരു തറവാട്, നമ്മളൊരു വീട്ടിലൊക്കെ നമുക്ക് തറവാട്ടിൽ പോകുമ്പോൾ ഒരു എക്സ്പീരിയൻസ് അതേപോലെയാണ് ഇവിടെ ഒരു കിട്ടുന്നത്. കാരണം ആ ഒരു കുറച്ച് സ്ഥലമുണ്ട്, നമ്മുടെ ഏകദേശം ഒരു ഏക്കറോളം സ്ഥലത്താണ് ഈ ഒരു ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓണറായിട്ടുള്ള പ്രസാദ് സാറ് നമുക്ക് നല്ലൊരു രീതിയിലുള്ള ട്രീറ്റാണ് ഇവിടെ തന്നിട്ടുള്ളത്. സായാഹ്നങ്ങൾ ചിലവഴിക്കാൻ നിളയുടെ മണൽപ്പരപ്പിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ഗ്രാമീണ ടൂറിസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാണ് അതിഥികൾക്ക് താമസിച്ച് ഉല്ലസിക്കാനൊരിടം ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി ഹാപ്പി ലാൻഡ് ഉടമ പ്രസാദ് പറഞ്ഞു. വിവാഹ മുഹൂർത്തങ്ങൾ അവിസ്മരണീയമാക്കാൻ മലബാറിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് സെക്ഷനുമായി ബ്യൂട്ടി സിൽക്സിൻ്റെ നവീകരിച്ച ഷോറൂം പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഏറ്റവും മികച്ച ഓഫറുകളും സെലക്ഷനുമാണ് ബ്യൂട്ടി സിൽക്സ് കസ്റ്റമേഴ്സിനായി നൽകി വരുന്നത്. വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ ഭാവുകത്വമേകിയാണ് മലബാറിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് സെക്ഷനുമായി ബ്യൂട്ടി സിൽക്സ് പെരിന്തൽമണ്ണയിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. ബ്യൂട്ടി സിൽക്സിന്റെ 5ാമത്തെ ഷോറൂമാണ് പെരിന്തൽമണ്ണയിലേത്. നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം ആമിനുമ നിർവഹിച്ചു. പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ CP ഷിഹാബ് വെഡ്ഡിംഗ് സെക്ഷൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ പെരിന്തൽമണ്ണക്കാർക്ക് ഒരുപാട് സന്തോഷിക്കാൻ ബ്യൂട്ടി സിൽക്സ് കൂടുതൽ മനോഹരമായിട്ട് കൂടുതൽ ഭംഗിയായിട്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുടെ സ്ഥാപനമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത്, ഇപ്പോൾ നമ്മുടെ ബാക്കിൽ കാണുന്ന ഒരു കളക്ഷൻ ഉണ്ടല്ലോ, വെഡ്ഡിംഗ് കളക്ഷൻ. അവിടെ 3000 രൂപ മുതൽ ഏകദേശം 40,000 50,000 രൂപ വരെയുള്ള കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിലെനിക്കൊരു സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ കാര്യം, സാധാരണക്കാർക്കും അതുപോലെ തന്നെ വലിയ പ്രൈസ് ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കളക്ഷൻസ് എടുത്ത് പോകാൻ സാധിക്കുന്നുള്ളതാണ്. എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്നത് തന്നെയാണ് ബ്യൂട്ടി സിൽക്സിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അത് ഒരുപാട് കാലം ഒരുപാട് പേരുടെ സൗന്ദര്യത്തിന് ഒരു കാരണമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ബ്യൂട്ടി സിൽക്സ് ചെയർമാൻ മുബാറക് PS, MD ഫിറോസ് PS, ഡയറക്ടർ ഫവാസ്, ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ റഫീഖ് RS, റോസിക് PS, നസീബ് PT, ബിലാൽ മുബാറക്, ഹിലാൽ മുബാറക്, ഇൻസാഫ് റഫീഖ്, ലുക്മാൻ റഫീഖ് തുടങ്ങിയവരും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നഗരത്തിലെ മികച്ച വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിൽ ഒന്നായി മാറി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച സ്ഥാപനമാണ് ബ്യൂട്ടി സിൽക്സ്. എല്ലാ സമയത്തും ഏറ്റവും മികച്ച ഓഫറുകൾ എന്നതാണ് ബ്യൂട്ടി സിൽക്സിന്റെ പ്രത്യേകത. ആഘോഷങ്ങളും അഭിരുചികളും തിരിച്ചറിഞ്ഞ് മനസ്സിനിണങ്ങുന്ന വസ്ത്രങ്ങൾ കസ്റ്റമേഴ്സിനായി നൽകുന്നതിൽ ബ്യൂട്ടി സിൽക്സ് എന്നും മുന്നിലാണ്.
ജൻ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള പുതിയ സെലക്ഷനുകൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈനിൽ കാണുന്ന പുതിയ ഡിസൈനുകളും ഞങ്ങളുടെ ഡിസൈനേഴ്സിനെ വെച്ച് ഞങ്ങൾ പുതിയതായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. വിലയിലാണെന്നുണ്ടെങ്കിലും ഓൺലൈനിനേക്കാളും കോമ്പീറ്റ് ചെയ്യുന്ന റേറ്റിൽ തന്നെ ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്നതാണ്. അതെ, ആവശ്യാനുസരണം ഡിസൈൻ ചെയ്യാവുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ഷോപ്പിലുണ്ട്. പുതിയ ഡിസൈനേഴ്സും പുതിയ അതിനുള്ള മെഷീനറീസും ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഇതിൽ. ഉദ്ഘാടന ദിവസം 1 രൂപയ്ക്ക് മാക്സികളും 1500 പേർക്ക് നൽകി. ബ്യൂട്ടി സിൽക്കിലേക്ക് വന്ന സമയത്താണ് നമുക്ക് മനസ്സിലായത് 1 രൂപയുടെ നൈറ്റി, 1 രൂപയുടെ നോട്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ നൈറ്റി കിട്ടുന്നത്. ഞാൻ 5 നോട്ട് കൊണ്ടുവന്നു, എനിക്ക് 5 നൈറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ പുതിയ കളക്ഷൻസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഇവിടെ. ഞങ്ങൾ കഴിഞ്ഞ 1 മാസത്തോളം ഇവിടെ ഓഫറായിരുന്നു. ഓഫറിൽ ഞങ്ങൾ ഒരുപാട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഇന്ന് ഇനാഗുറേഷനാണ്. ഒരുപാട് സാധാരണക്കാർക്ക് മുതൽ നല്ല ഹൈ ലെവൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് വരെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇവിടെ. എല്ലാവരും വന്ന് ഇന്ന് തന്നെ വന്ന് എല്ലാവരും കളക്ട് ചെയ്യണം. എല്ലാ സാധനങ്ങളും നല്ല ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ വികസനം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് MP അബ്ദുസമദ് സമദാനി MP. പ്രവൃത്തികൾ MP നേരിട്ട് വിലയിരുത്തി. നിരന്തരമായ ഇടപെടലുകളിലൂടെയാണ് സ്റ്റേഷന്റെ വികസനം സാധ്യമായതെന്നും MP. പുതുവർഷത്തിൽ നെല്ലായ മഞ്ചക്കൽ ലക്ഷം വീട് കോളനിക്കാരുടെ വീടെന്ന സ്വപ്നം പൂവണിയുന്നു. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിക്കാൻ 8 കുടുംബങ്ങൾക്ക് ആദ്യ ഗഡു വിതരണം ചെയ്ത് ഗ്രാമപഞ്ചായത്ത്. മലബാർ ന്യൂസ് ഇംപാക്ട്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ അംഗനവാടി ഹെൽപ്പർ നിയമനത്തിൽ പക്ഷാപാതമെന്ന് ആരോപണം. ശിശുവികസന ഓഫീസിന് മുന്നിൽ ഒറ്റയാൾ സമരവുമായി പഞ്ചായത്ത് സ്വതന്ത്രാംഗം കെ കോയ. നിലവിൽ പ്രസിദ്ധീകരിച്ച ലിസ്റ്റ് രാഷ്ട്രീയ തൽപരമെന്നും കെ കോയ. 1,20 ലക്ഷം രൂപ അനുവദിച്ചിട്ടും കോട്ടപ്പാടം പഞ്ചായത്തിലെ വേങ്ങ കണ്ടമംഗലം ഒളപ്പമണ്ണ റോഡിന്റെ നവീകരണം നടപ്പായില്ല. തകർന്ന റോഡിൽ യാത്ര ദുരിതപൂർണ്ണം. ജനപ്രതിനിധികൾ വിഷയത്തിൽ ഇടപെടുന്നില്ലെന്നും ആക്ഷേപം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.